ബഹുമാനപ്പെട്ട അധ്യക്ഷ സതീദേവി മാഡം, ബഹുമാനപ്പെട്ട മന്ത്രി വീണ മാഡം, അജിത ബീഗം മാഡം, പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചി, ഷർമിള മാഡം, ഒപ്പം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇവിടെ വലിയ ഗൗരവമുള്ള വിഷയങ്ങളും ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അപ്പം അതിനിടയിൽ ഞാനും അത്തരമൊരു സംസാരത്തിന് എന്തായാലും മുതിരുന്നില്ല. മാത്രമല്ല, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബഹുമാനത്തോടെ നോക്കി കാണുന്ന എൻ്റെ മുന്നിലുള്ള എൻ്റെ വേദിയിലിരിക്കുന്ന ഈ ഒരു വനിതാ രത്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പറയാൻ പോലും യോഗ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം ഞാൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഞാൻ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ എനിക്ക് പ്രചോദനമായി തോന്നിയ കുറച്ച് ഉദാഹരണങ്ങളും അതിലെനിക്ക് തോന്നിയ വലിയൊരു പ്രതീക്ഷ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു. അത് ജലജ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ ആണ്. ആ ചേച്ചിയുടെ ഞാൻ കണ്ട ഭയങ്കര രസമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് യാത്ര ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ജീവിതത്തിൽ വന്നില്ല. അതിന് പകരം അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ കുടുംബമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന ജോലി, ബന്ധപ്പെട്ട് ചെയ്യുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് ആപ്പിൾ എത്തിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ജോലിയാണ്. അപ്പോൾ ഈ ജലജ ചേച്ചി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഡ്രൈവിംഗ് പഠിക്കാൻ പോയി ഹെവി ലൈസൻസ് എടുത്ത് ലോറി ഓടിക്കാൻ പഠിച്ച് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ, ആപ്പിൾ കൊണ്ടുവരുന്ന ലോറികളിൽ ഒരെണ്ണം ഓടിക്കുന്നതാണ് ജലജ ചേച്ചിയാണ്. അത് മാത്രമല്ല, അതിൻ്റെ രസമായിട്ട് എനിക്ക് തോന്നിയത് ജലജ ചേച്ചിയുടെ കുടുംബം, ജലജ ചേച്ചിയുടെ മക്കൾ ആ ചേച്ചിയോടൊപ്പം യാത്ര ചെയ്യുന്നു. ആ യാത്രയിൽ വീഡിയോസ് എടുത്ത് വ്ളോഗുകൾ ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുന്നു എന്നുള്ളത്. അപ്പം അതെനിക്ക് ഭയങ്കര, നമുക്ക് അങ്ങനെയൊന്നും എല്ലാവർക്കും തോന്നാത്ത ഒരു ചിന്തയും ധൈര്യവുമായി അതെനിക്ക് തോന്നി. ആ ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വന്നു. അത് വേറെ ആരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ്. അമ്മ വണ്ടി ലോറിയൊന്നും ഓടിക്കില്ല, പക്ഷേ അമ്മ പലപ്പോഴും ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഭയങ്കര വലിയൊരു ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് നിലനിന്നിട്ടുണ്ട്. അച്ഛൻ്റെ മരണശേഷം അച്ഛനും അമ്മയും എപ്പോഴും ഒന്നിച്ചേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ, ബോബനും മോളിയും പോലെ. അപ്പം അച്ഛൻ്റെ മരണശേഷം അമ്മ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഓർത്ത് ഞാനും ചേട്ടനും ഒക്കെ പലപ്പോഴും വേവലാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു ഭാരമാവരുത് എന്ന് സ്വയം തീരുമാനിച്ച പോലെ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ, നൃത്തം പഠിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു, പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതിനൊക്കെ വേണ്ടി അമ്മ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് ക്ലാസ്സുകൾ കണ്ടുപിടിച്ച് അതിൽ പോയി ചേർന്ന്